ഇന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു കേട്ടോ. നമ്മളുള്ളത് ആലപ്പുഴയിലാണ്. അപ്പോൾ നല്ല വെയിലാണ്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെയിലാണ്. അപ്പം നമ്മൾ നേരെ പോകുന്നത് കുട്ടനാട്ടിലേക്ക് കേട്ടോ. കുട്ടനാട്, ആലപ്പുഴ വന്നിട്ട് കുട്ടനാട് വന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയാണ്. അപ്പം നമ്മൾ നേരെ കുട്ടനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ അതെല്ലാം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോട്ടയത്തേക്ക് പോകും. അപ്പം ഇന്ന് നമ്മുടെ കോട്ടയത്തേക്കുള്ള യാത്രയാണ്. അപ്പം ഇന്ന് രാത്രി എന്താണ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. 9 മണിക്ക് ലൈവ് ഉണ്ടാവും. അപ്പം ഇന്നലെ ചെയ്ത പോലെ തന്നെ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടി നടക്കാനൊക്കെ ഉണ്ട്. നമ്മൾ മെയിൻ ഈ റോഡ് ഒരിക്കലും പാടിയുടെ നമ്മുടെ എന്താ പറയുക നെൽപ്പാടത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് പോകത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നല്ല അടിപൊളി വ്യൂ ആണ് ഇന്ന് ഞങ്ങൾ തരാൻ പോകുന്നത്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇതിലേക്ക് കയറുമ്പോൾ പേരുന്നുണ്ട് വണ്ടി കയറത്തില്ല. ഇടവഴിയെല്ലാം കയറും അങ്ങനെയല്ല. പിന്നെ അല്ലാതെ കൈനേര് റൂട്ടുണ്ട്. കൈനേര് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ചിലപ്പോൾ പാലമിറങ്ങി ചിലപ്പോൾ പിന്നെ വടക്കോട്ട് റോഡ് അവിടെ ചിലപ്പോൾ ഈ നെൽകൃഷിയെല്ലാം അതെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാടിയുള്ളേ? കുട്ടനാട്. ഇത് കുട്ടനാടല്ലേ? ഇതിൻ്റെ ശരിക്കും സ്ഥലപ്പേരെന്താ? ചങ്ങനാശ്ശേരി അല്ലേടി? ചങ്ങനാശ്ശേരി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങളപ്പോൾ രാവിലെ ഇറങ്ങി. അപ്പം ഇവിടെ വന്നിട്ട് പിന്നെ കുട്ടനാട്ടിൽ പോയില്ലെങ്കിൽ പിന്നെ അതൊരു മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ കുട്ടനാട്ടിൽ വന്നു. ഇവിടെ ഇപ്പം നെല്ല് വിതയ്ക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു എന്താ പറയണ്ടേ, അവരുടെയൊക്കെ ഒരു ടോക്കിംഗ് നമുക്ക് നോക്കാം. പക്ഷെ ഇതിലെ വഴിയില്ലല്ലേ. അവരെങ്ങനെയാ അതിൽ അവിടെ എത്തിയത്? പലകൃഷ്ണ ചവിട്ടുതാ അവിടെ ചവിട്ട്. വീഴല്ലേ. ഓക്കെ, നടന്നോളൂ മുന്നോട്ട്. ഞാൻ നടക്കാം. പിടി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുട്ടനാട് നെൽപ്പാടം. നോക്കണം അതിൻ്റെ ഇടയ്ക്കുന്നേ ചെറിയ താഴ്ന്നുണ്ട്. ഇതെല്ലാം നെല്ലാണോ? ചേട്ടാ ഇതെല്ലാം നെല്ലാണ് ചേട്ടാ. ഇത് വാടി രാവിലെ തുടങ്ങി ചേട്ടാ. 7 മണിയാ തുടങ്ങും. ചേട്ടൻ എന്താ ചെയ്യുന്നേ? വലിച്ചെടിയില്ല. വലിച്ചെടി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് പറിച്ച് നടുവാണോ? ചേട്ടൻ പുതിയതായിട്ട് പറിച്ച് നടുക. സൂപ്പർ വ്യൂവിലാണോ? അത് മാറ്റി. ചേട്ടൻ കളകളല്ല. ഇതിനകത്തോട്ട് ഇറങ്ങിയാലോ? അത്രേ ഉള്ളല്ലേ. ചെരുപ്പ് ഊരി ഇറങ്ങാം അല്ലേ? എത്ര താത്തുള്ളൂ. നീറ കണ്ട പക്ഷെ തെന്നുന്ന പോലെയുണ്ട്. നല്ല ചെളിയല്ലേ? ഏതിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നേ പറിച്ച്. ഞാൻ പറിച്ചോട്ടെ? തിരിച്ചുവിടി. ചേട്ടൻ്റെ പേരെന്നാ ചേട്ടാ? കൊച്ചുമോനോ? ചേട്ടൻ എവിടെയാ നോക്കുന്നത്? ചെമ്പക്കുളത്തച്ഛൻ ഉന്നം പിടിച്ചപ്പോൾ ഒരു പാട്ടില്ലേ? നിങ്ങളെവിടെയാ അത്? ആണോ? വള്ളംകളി ഇപ്പം പോയാൽ കാണാൻ പറ്റും കേട്ടോ. വള്ളംകളിയല്ല, വള്ളമൊക്കെ ആണോ? എത്ര മണിക്ക്? രാവിലെ എത്ര മണി വരെ ഉണ്ട്? രാത്രി വരെ ഉണ്ടോ? പകൽ 9 മണി വരെ അല്ലേ? വള്ളം പോയി കാണാൻ പറ്റുമോ കേട്ടോ? അവിടെ പോയി അവരെ കാണാൻ പറ്റുമോ? അതെവിടെയായിട്ട് കുറെ പോകണ്ടോ? ഇല്ല, നമ്മൾ കണ്ണൂരുകാരാണ് ഇവിടെ ആദ്യമായിട്ട്. ഇവിടെ നമ്മുടെ പൂപ്പള്ളി നേരെ ഇല്ലല്ല.
ചേട്ടൻ ആ സ്ഥലത്തിന്റെ പേരെന്നാ ചേട്ടാ? ചമ്പക്കുളം. അത് സെർച്ച് ചെയ്ത് പോയാൽ മതി അല്ലേ? ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളി സെർച്ച് ചെയ്താ കല്ലൂർക്കാട് പള്ളി അല്ലേ? അവിടെ ഉണ്ട് വെള്ളം. ഇത് കണ്ണൂര ഞാൻ കണ്ണൂര്. എല്ലാ ജില്ലയിലും പോലെ കണ്ണൂരിന്നാ? ആ കൊള്ളാം കേട്ടോ. അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? അതെ അല്ലേ? ആ ഞാൻ ഷൂട്ട് ചെയ്യാം. ഇതിങ്ങനെ വെറുതെ പറിച്ചിട്ടാ മതി ചേട്ടാ? ആണോ? ആ ഞാൻ അവിടെ പോയിട്ട് അവരുടെ ഷൂട്ട് ചെയ്യട്ടെ. ചേട്ടൻ എന്നെ പറിച്ചിടുക കേട്ടോ. ചേട്ടൻ രാവിലെ തുടങ്ങുമല്ലോ ചേട്ടാ? എത്ര മണിയാ തുടങ്ങും? ഞങ്ങൾ വരുമ്പോൾ അതെ അല്ലേ? അതെ അല്ലേ? ആ എന്നാ അവരുടെ അടുത്തേക്ക് കൂടെ പോട്ടെ ചേട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിൻ്റെ പടവരമ്പത്തോടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഫുള്ള് നെൽപ്പാടം കേട്ടോ. നെൽപ്പാടത്തിൻ്റെ വരമ്പത്തോടെ നടക്കുന്നത് കേട്ടോ. ഈ വരമ്പത്തുള്ളതും നെല്ല് തന്നെയല്ലേ ചേട്ടാ? ആ നമ്മളിപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്. ആ ചേച്ചിമാരുടെ അടുത്തേക്ക് നമുക്ക് പോവാം. നെല്ല് പറിച്ച് വേർതിരിക്കുന്ന കുറച്ച് ചേച്ചിമാർ. ഇതില് വരത്തില്ല ചേച്ചി? ഇതില് വരട്ടെ? ഇല്ല, നെല്ല് ചവിട്ടി കളയൂല. നെല്ലിൻ്റെ ഇടയിൽ കൂടെ മാത്രം. ആണോ? ആ ഇത് നിവർന്നോളൂ അല്ലേ? അതെ ചേച്ചി തമാശ പറഞ്ഞ കേട്ടോ. നമ്മൾ കണ്ണൂർ ചേച്ചി. കണ്ണൂർ ചേച്ചി വന്നിട്ടുണ്ടോ? ആണോ? കണ്ണൂര് ബന്ധുക്കാരുണ്ടോ? അതെ അല്ലേ? ചേച്ചി ഇത് വേർപ്പെടുത്തി എടുക്കുമല്ലേ? എന്താ ചേച്ചിയുടെ പേര്? മോളി അല്ലേ? പറിച്ച് നമ്മൾ മാറ്റിയിടുന്നു. കള എങ്ങനെയാ ചേച്ചി മനസ്സിലാകുന്ന നമ്മള്? കള ഇതിന്റെ അകത്ത് കളയില്ല. ഇത് ആ വരമ്പരിക്ക് ചെല്ലുമ്പോ അവിടെ കാണിച്ചു തരും കള. അതെ അല്ലേ? ഞങ്ങൾക്കറിയാം കളയിൽ നെല്ല് എന്താണെന്ന്. ആ പാലക്കാടൻ കൃഷി ഇതല്ലല്ലോ, വെള്ളമില്ലാതല്ലേ ആയിരിക്കും. പാലക്കാട് വെള്ളമില്ലാതെ. ഞാൻ കണ്ണൂരായതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. കണ്ണൂരുകാരായ ഞങ്ങള്. അത് തന്നെ പറശ്ശിനിക്കടവ്. ആ അതെ അല്ലേ? അതെ അല്ലേ? ഇവര് നല്ല കമ്പനിയാ കേട്ടോ ചേച്ചിമാര്. ചേച്ചിയുടെ പേരെന്നാ? സുഷമ അല്ലേ? എന്നാ ചേച്ചി? അയ്യോ, അത് മറ്റേ ഹീലൊക്കെയുള്ള ചെരുപ്പാ. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കണക്കായി. അതെ അല്ലേ? ഇതന്നേരം നടുമ്പോ തന്നെ ഇങ്ങനെ ഒരുമിച്ച് അതിങ്ങനെ വെതറുവാണല്ലോ അല്ലേ? വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിയിട്ടാ? കുട്ടനാട് പള്ളാത്തുരുത്തി പാലം. ഇത് മൊത്തം ഇനി അങ്ങോട്ട് നെൽപ്പാടമാണോ ചേച്ചി? നെൽപ്പാടം അല്ലേ? ഇത് ആരുടെ നെൽപ്പാടം?
ഇപ്പോൾ ഒരു കൂട്ടർ ഏറ്റെടുത്ത് ചെയ്യുവാണ്. അപ്പോൾ അത് പുള്ളി പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് ഈ സ്ഥലം. ഈ നിലം. ഇതിന് നിലം എന്നാ പറയുന്നത് അല്ലേ? എറണാകുളത്തുള്ള. നിങ്ങൾ എത്ര മണി വരെ ഇതുണ്ടാവും? വൈകിട്ട് വരെയാ? 7 മണിക്ക് ഇറങ്ങിയിട്ട് 1 മണിക്ക് കയറും. പിന്നെ ഭയങ്കര വെയിലായി അല്ലേ? അങ്ങനെയാണ് 6 മണിക്കൂറാണ് ഞങ്ങളുടെ സമയം. ആണോ? ഞാറിങ്ങനെ ഇതാക്കുന്നേ? ഇതിനി എപ്പോഴാണ് ഇത് കായ്ക്കുന്നേ? ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. 120 ദിവസം ആകുമ്പോൾ കൊയ്യാം. ഇതാ 120 ദിവസം അല്ലേ? 120 ദിവസത്തെ. ഇതിന്റെ ഇളവിത്തും ഉണ്ട്. 45 ദിവസം കഴിയുമ്പോൾ കതിരി ചാടുന്നതും ഉണ്ട്. ഇതിങ്ങനെ ചുമ്മാ ഇട്ടാ മതി, ഇത് നിവർന്നു വരും അല്ലേ? കണ്ണൂര്. കേട്ടില്ല. ചേച്ചിയുടെ പേരെന്നാ ചേച്ചി? എൻ്റെ പേര് ഗീത. ഗീത അല്ലേ? ചേച്ചിയുടെ പേരാ? മോനി. വേറെ നല്ല കമ്പനി കേട്ടോ. ആണോ? ഇത് ചെയ്യാനല്ലേ? പെൺപിള്ളേർക്കൊന്നും വയ്യ. അതെ. 1 മണി വരെ ചെയ്ത് ഞങ്ങൾ 650 രൂപ മേടിച്ച് പോകും. പിന്നെ എന്തെങ്കിലും ചായയും കടിയും 10 മണിക്ക് തരും. ഇതെല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ തൊഴിലുറപ്പൊന്നും ഇല്ല. ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്കാരാണ്. തൊഴിലുറപ്പൊന്നുമില്ല. പഞ്ചായത്താണ്. അവിടെ തൊഴിലുറപ്പുണ്ട്. എന്നാ ചേച്ചി? ഞങ്ങളിങ്ങനെ എല്ലാ ജില്ലകളിലൂടെയും പോകുന്ന ചേച്ചി. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഞങ്ങളിപ്പോൾ ഇനി കോട്ടയത്തേക്ക് പോവാ. അതെ അല്ലേ? പള്ളാത്തുരുത്തി അല്ലേ? നല്ല അടിപൊളി വ്യൂ ആ കേട്ടോ. നല്ല രസമുണ്ട് കാണാനെന്ന് പറയാ. ഇവിടെ മൊത്തം ആൾക്കാരായിരിക്കും അല്ലേ? അപ്പൊ ഇത് 1 മണി വരെ. ചായ കുടിച്ചു. എൻ്റെ പേര് റോബിൻ. എൻ്റെ വൈഫാ അവിടെയുള്ള നിൽക്കുന്നത്. അതെ സത്യം. ഇതാ അയ്യോ ഇതെന്നാ ചേച്ചി ഒരു കറുത്ത കളറ് ചെളിക്ക്? ഊളയോ? ചെളിക്കോ? ആണോ? നമ്മുടെ പക്ഷെ ചെളിക്ക് ഇങ്ങനത്തെ കളർ വരും. നമ്മുടെ ചുമന്ന കളറ്. ചെമ്മണ്ണ്. അത് തന്നെ ചെമ്മണ്ണ്. പക്ഷെ ഇതിനകത്ത് ഓയിലൊക്കെ കാണുന്ന ചേച്ചി. ഏതിന്റെ? പുളിയോ? പുളി വാരി വെതറും അല്ലേ? കക്ക വാരി ഇടും. ഇല്ലെങ്കിൽ പുളി ഉണ്ടാവും ഇതിനകത്ത്. അങ്ങനെ ഭയങ്കര വ്യത്യസ്തപരമായിട്ട് കേട്ടോ. അതിനുശേഷം ഇത് ഇങ്ങനെ വിതറും അല്ലേ? ഏതാ ചേച്ചി കള? ഇതല്ലേ? അത് കളയല്ലേ? അത് നെല്ല്. ബാക്കിയുള്ള നെല്ല്. ഇത് നെല്ലല്ലേ? അത് കള. അതെങ്ങനെ വ്യത്യാസം മനസ്സിലാകുന്ന ചേച്ചി? ആണോ? അതിന്റെ തണ്ടും ഇതിന്റെ തണ്ടും വ്യത്യാസമാ? അതെ അല്ലേ? ഇതിന് എപ്പോഴാ കായ്ക്കുന്നത്? ഇത് 90 ദിവസത്തിന് മുമ്പ് കായ്ക്കും. 20 ആകുമ്പോ
ആ ഹാ ഹാ. അപ്പോൾ ഈ മഴ ആ ഓക്കെ. ചേച്ചിമാരെ അടിപൊളി കമ്പനിയാണ് കേട്ടോ ഇവിടെയുള്ള. ഇവർ ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ്. ഈ നെൽപ്പാടം ഇതുകൊണ്ട്, അതായത് ഈ കള ഇങ്ങനെ പറിച്ച് കളയല്ല മറ്റേ ഇതിങ്ങനെ കൂടി നിൽക്കുന്ന പറിച്ച് മാറ്റുന്നതായിട്ട് അവരുടെ ജോലി ഇത് തന്നെയാണ് കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ നടന്നു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല റിസ്ക്കാണ്. അതുകൊണ്ടോ കാരണം ഇത് വല്ലാണ്ട് തെല്ലുന്നുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് നടന്നു പോകുക. ഭയങ്കര തന്നില്ല. അപ്പോൾ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കണ്ട അപ്പം അങ്ങനെ ഞാൻ ഇതിൻ്റെ ഓരത്ത് കയറി. ഉണ്ടോ ഓരത്ത് കയറി. ഇതാ ചേട്ടനിവിടെ പറിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ പിന്നെ ഞങ്ങൾ പോട്ടെ, പോവുക കേട്ടോ. ചേട്ടൻ പറഞ്ഞ സ്ഥലം ഏതായിരുന്നു ചേട്ടാ? എടി ആ പേര് സെർച്ച് ചെയ്തടി. ഡി ആ പേര് സെർച്ച് ചെയ്ത്. ചമ്പക്കുളം. എൻ്റെ പേര് റോബിൻ, വൈഫിൻ്റെ പേര് സിമി. എന്നിട്ട് ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളി. ഒരു സിനിമയ്ക്ക് അതൊരു നടനുണ്ടല്ലോ കല്ലൂർക്കാടൻ. അതെ അല്ലേ? ആ അതെ അല്ലേ? അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ട്? അതെ അല്ലേ? ആ അവിടെ പോയിട്ട് തന്നെ മെല്ലെ ഇറങ്ങി വാ. ഇത് കണ്ട ഒരാൾ പാടത്തിറങ്ങിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി നോക്കുക കേട്ടോ. അത് നോക്കി കണ്ട. വാ അത്തേ ചവിട്ട് ഭാഗ്യമുണ്ട് നിങ്ങൾക്കൊരു വീഡിയോ നല്ല വൈറലായിട്ട് കിട്ടും. ചവിട്ട് കുഴപ്പമില്ല, ചവിട്ടിക്കോ. ചവിട്ടില്ല, വീഴത്തൊന്നുമില്ല. പോരട്ടെ. ആ വാ വരുവാനില്ല. ഞാൻ പോവാ. ഇതുണ്ടോ ഒരാള് കയറി വരും കേട്ടോ. പാടത്തൊക്കെ ഇറങ്ങി നെല്ലൊക്കെ കൊയ്ത് കിളയൊക്കെ വിതച്ച് അല്ല ഇതിന്. ആ പക്ഷെ ഇതായി കഴിയുമ്പോൾ മഴ പെയ്യരുതല്ലേ? വായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കതിരിന് കനക്ക് കൂടുതൽ കനമുള്ള നെല്ലാകുമ്പോ ചിലപ്പം വീണെന്നിരിക്കും. ആ വീണ് പോയതാ കുഴപ്പമില്ല. അതിപ്പോ മിഷൻ കൊയ്യും. ആണോ? അന്നേരം ഈ വെള്ളം ഉണ്ടാകുകയല്ല. വെള്ളം പറ്റുമ്പോഴേ അതിവിടെ മൊത്തം അടിച്ചു കളയോ വെള്ളം? ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സെറ്റപ്പ്. കൊള്ളാം, അതൊക്കെ പുതിയ അറിവാ. ചായ ഒക്കെ കുടിച്ചോ? 10 മണിയാവും അല്ലേ? കഞ്ഞി കൊണ്ടെന്നാ കഴിക്കും. അതിന് മുന്നേ അവര് ചായ തന്നാൽ ചായ കുടിക്കും. അതെ അല്ലേ? അതെ, അടിപൊളിയാ. കഴിക്കുന്ന കൂടെ കാണുമായിരുന്നു, നല്ലതായിരുന്നു. പരമ്പത്തിരുന്ന് കഴിക്കുന്ന. ആ നല്ല രസമല്ലേ? അതെ, അതും കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യുമായിരുന്നു, നല്ലതായിരുന്നു. കഴിക്കാറായില്ലെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾക്കും കൂടെ വല്ലതും തന്നിട്ട് പോകുന്നേ നിങ്ങള്. കേറി വരാനോ?
അങ്ങോട്ട് ചെല്ലാനാ പറയുന്നത്. ഞാറല്ല, ഞാറെന്ന് പറഞ്ഞ ഇതല്ലേ ഈ പറിച്ചു മാറ്റുന്നത്? ആ ഇവിടെ ഒന്നുമില്ലല്ലേ ചേച്ചി? ഇത് വെതറിയപ്പോ ഒക്കെ എങ്ങനെ ആയിപ്പോയല്ലേ? വെള്ളമല്ലെങ്കിൽ തന്നെ ഇങ്ങനെയാവും. ഇങ്ങനെ ആയാലേ ഞങ്ങൾക്ക് പണിയുള്ളൂ. ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാ അല്ലേ? അപ്പൊ ഇതിൽ കൂടുതൽ നെല്ലിനെക്കാട്ടി കൂടുതൽ കളയുള്ള കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൃഷിക്കാർക്ക് നഷ്ടം വരും. കള കൂടുതൽ വരുമ്പോ നഷ്ടം വരും. എന്നാലും കളയുണ്ടെങ്കിൽ എന്നാ ചേച്ചി പ്രശ്നം? കളയുണ്ടെങ്കിൽ നെല്ല് പണ്ട് അരുവായിക്ക് കൊയ്യുന്നതല്ലായിരുന്നു. എങ്ങനെ? അരുവ കൊണ്ട് കൊയ്യുമല്ലായിരുന്നു ആൾക്കാര് പണ്ട്. അപ്പൊ നെല്ല് നഷ്ടപ്പെടും. അതെങ്ങനെ നെല്ല് നഷ്ടപ്പെട്ടു വന്ന ഇതിന്റെ കളയുടെ കൂടെ തന്നെ അരിഞ്ഞു പോകും അല്ലേ? കളയാവുമ്പോഴത്തേക്ക് എല്ലാവരും ചവിട്ടിയും ചായച്ച് നമ്മൾ കള കൊയ്താൽ അത് കെട്ടിക്കൊണ്ട് പോകണം, ചവിട്ടണം. കൊറേ പണിയുണ്ടല്ലേ? നെല്ലെ ബാധിക്കും. നെല്ലിന്റെ ബലത്തെ ബാധിക്കും. കളയാവുമ്പോ നെല്ല് കൂടുതൽ കിട്ടുമല്ലോ. അതെ അതെ. അത് കാരണം പിന്നെ ഇപ്പം പുതിയ നൂതന കൃഷി രീതികളൊക്കെ ആയതുകൊണ്ട് കള കുറവായി. അത് ഈ മരുന്നടിച്ചാ കള കുറയ്ക്കുന്നത്. അതെ അല്ലേ? ഇതിന്റെ ഈ നെല്ലിന്റെ പേരെന്നാ ചേച്ചി? D1 ഇത് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും അരിയുടെ ഉള്ളതാണോ ചേച്ചി? ഏതാ? കുത്തരി അങ്ങനത്തെ? പുഞ്ചേരിയോ? ചമല പുഞ്ചേരി അല്ലേ? അതാണ് ഇതല്ലേ? ഇതിന് ഭയങ്കര പൈസയാണോ ചേച്ചി? അതെ അല്ലേ? ഇത് ഇവിടുന്ന് കൊയ്തിട്ട് ഇനി എവിടെ ഇത് കൊടുക്കുന്നത് ഇത്? അതെ അല്ലേ? വണ്ടിയോടെ കൊണ്ടുവന്നാൽ അവരവിടെ ഒരു ലോഡ് നെല്ല് 2 ലോഡ് നെല്ലൊക്കെ ഒറ്റയടിക്ക് പോകുന്നു. കാലടിയിലല്ലേ? അവിടെ ചെല്ലാമെങ്കിൽ ഇപ്പോഴും നെല്ല് കാണാം. അതെ അല്ലേ? നെല്ല് കാണാൻ പോകുന്നത് കാണാം. എവിടെ? കാലടിയിലല്ലേ? ഇവിടെ നേരെ കോട്ടയത്ത് പോകുന്ന വഴിക്കാ? അത് അങ്ങോട്ടാ വഴിക്കാ? എറണാകുളം വഴി അല്ലേ? കണ്ണൂർ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയല്ലേ? ഞങ്ങളിപ്പോ കോട്ടയത്തേക്കാ പോകുന്നത്. അതെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോവാ കേട്ടോ ചേച്ചി. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 ദിവസമായി. അല്ല, ഞങ്ങൾ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് 3 മാസം ആയതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. എന്നാ പിന്നെ പോട്ടെ ചേച്ചി. താങ്ക്സ് കേട്ടോ. അതെ അല്ലേ? ഓക്കെ. ഏത് ഈ നമ്മളിപ്പോൾ ഉച്ച സമയം കേട്ടോ, വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്നതാ. കണ്ണൂർ. നമ്മളെല്ലാ ജില്ല താഴത്തില്ലല്ലേ? ഇത് ചവിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇതപ്പോൾ ഇങ്ങനെ ചവിട്ടി നടക്കാം കേട്ടോ. അൽപ്പാടത്തോടെ ഇവിടെ കുറേ ചേച്ചിമാരുണ്ട്. ഇതെന്നാ ചെയ്യുന്നേ? ഇത് വരിയെന്നാ ഇതിന്റെ പേര്. വരിയാ? വരിയെന്ന് പറഞ്ഞാൽ എന്നാ ചേച്ചി? കളയാ അല്ലേ? ഇതെങ്ങനെ കളയാന്ന് മനസ്സിലാവുന്നത്? എങ്ങനെ? ഇതിന്റെ വീതി കണ്ടോ? ഈ നെല്ലിന്റെ വീതി കണ്ടോ? ഇത് കണ്ടോ? ഇതെന്നാ ഇത് നെല്ലോ കളയോ? ഇത് വരി, ഇത് നെല്ല്. എന്തിയ വ്യത്യാസം? ഇത് വെളുത്തിരിക്കുന്നുണ്ടോ? ഇത് വീതി കണ്ടോ? വീതി കണ്ടോ? ഇതിന്റെ കണ്ടോ വീതി കുറവ്? അതങ്ങനെ മനസ്സിലാവും? അത് നമുക്ക് മനസ്സിലാവും. ആണോ? ഇത് കണ്ടോ? ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നെ? ഇത് ഞങ്ങള് കരക്കെടുക്കാനാ. ഇത് പല സൈസ് വരിയാ. ഇതെന്തിനാ കരക്ക് കൊണ്ടുപോകുന്നേ? ഇത് കളയാ. ഇതിനകത്തെ നെല്ലിനകത്തെ കളയാ ഇത്. ആണോ? അത് ശരി.
ഇത് നെല്ലിനകത്ത കളയത്. ആ അപ്പം ഇത് പറിച്ചില്ലെങ്കിൽ ഇത് മേലോട്ട് വന്ന് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വിടർന്ന് നടക്കുമ്പോൾ നെല്ലിന് ദോഷമാണ്. ആ അതെ അല്ലേ, അപ്പം ഇത് പറിച്ച് ഇത് കളഞ്ഞെങ്കിൽ മനസ്സിലാവും അല്ലേ? മുഴുവനും പറിക്കുന്നില്ല ഞങ്ങള്. കുറച്ച് ഒതുക്കി പറിക്കുന്നുള്ളൂ. എന്നാ ഇത് മുഴുവൻ പറിച്ചാൽ ഇന്ന് നിര കയറത്തില്ല. നിര കയറണ്ടേ? ഇത് നേരാന്ന് പറഞ്ഞാല് ഈ നമുക്ക് നടന്ന് കയറണ്ടേ, നട്ട് തീരണ്ടേ? ആ നട്ട് തീരാതെ നമുക്ക് പൊക്കുക. ഇപ്പം പുള്ളി ഒടേക്കാരൻ പറഞ്ഞ് എളുപ്പം പറിച്ച് കയറും നട്ട് കയറുന്ന് പറയും. അപ്പം കുറേശ്ശെ ഇട്ടിട്ട് ഞങ്ങൾ കുറേശ്ശെ പറിക്കും. നടുക ഇത് ഇപ്പൊ ഇവിടെ ടൂളി വലിച്ചിടും. നമ്മൾ കണ്ണൂരായതുകൊണ്ട് ഭാഷ അങ്ങനെ മനസ്സിലാകുന്നില്ല, അതാണ് ഈ നര കയറുക എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ല ഇതിന്റെ ഈ നെല്ല് നടുന്നത് നിങ്ങളവിടെ ഇത് കൃഷിയില്ലേ? അല്ല കണ്ണൂരില്ലേ? നെല്ല് കുറവാ ഇങ്ങനത്തെ കൃഷി. ആ ഇത് നെല്ല ഉണ്ടോ? അപ്പൊ നെല്ല് ഇങ്ങനെ പറിച്ച് മാറ്റിയിടും അല്ലേ? കള പറിച്ച സ്ഥലത്താണ്. ആ നെല്ല് പറിക്കത്തില്ല, നെല്ല് ഞങ്ങളവിടെ കള പറിച്ച് കളയും. ആ ഷൂട്ട് ചെയ്യാ, ഞങ്ങക്ക് ചാനലൊക്കെ ഉള്ള, യൂട്യൂബ് ചാനലൊക്കെ ഉള്ള. യൂട്യൂബിലുള്ളതാണ്. ആ ഇന്ന് കാണും. ഞങ്ങൾക്ക് ഇന്നിടും. ഇന്നിടും. ആ എത്ര മണിക്ക്? അതല്ല ഞങ്ങളതല്ല, വണ്ടി ഞങ്ങളുടെ കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. റോറോസ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ആ ഞങ്ങൾ സ്പെയിനിലേക്കുള്ള യാത്രയാ. ഞങ്ങൾ കേരളം എല്ലാ ജില്ലയിലും പോയതിന് ശേഷം മാത്രം. ആ നമുക്ക് ചായ പിടിക്കാനുള്ള വകയാക്കാൻ ചേച്ചി. ഇത് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്ക് ഇത് എഴുന്നേറ്റ് വരും. വെള്ളം കയറി കഴിയുമ്പോൾ ഇത് നിവരും. അതെ അല്ലേ, നെല്ല് നിവരും. അതുകൊണ്ട് ചവിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലില്ല, ഞങ്ങൾ ചവിട്ടിയല്ലേ. അതെ എങ്ങനെ നെല്ല് കുടമായിട്ട് നിൽക്കുമ്പോൾ മാത്രം ചവിട്ടരുത്. നിങ്ങൾ ചവിട്ടിയാൽ ഞാൻ നെല്ലിന് കാണാം. ഞങ്ങൾ ചവിട്ടിയാൽ ഞങ്ങളത് നോക്കി ചവിട്ടും. ഇട കണ്ട് ചവിട്ടി ഇടയ്ക്ക് ഒന്ന് കയറി ചവിട്ടുന്നു. പിന്നെ ചവിട്ടത്തില്ലേ? അതെ അതെ ഇങ്ങനെ നമ്മൾ നിരപ്പി ചവിട്ടത്തില്ലേ? ആ ഇപ്പൊ നമ്മൾ ചവിട്ടുന്നത് ഇങ്ങനെ ഇത് നിവർന്നു വരും. നിവർന്നു വരും. ഇപ്പൊ വെള്ളം കയറുമ്പോ ഇത് നിവരും. നിവർന്നു വരും അല്ലേ. ഇതിനകത്ത് വെള്ളം എങ്ങനെ കയറുന്ന നേരം? വെള്ളം മഴ നമ്മൾ പെയ്യും. തൂമ്പൊഴി കയറ്റും. ആ ഈ ചാല് വഴി. ചാലുവഴി കയറ്റും. തൂമ്പാന്ന് പറയാ, എന്നാ പറയാ? തൂമ്പ്. തൂമ്പോ? തൂമ്പ് തുറക്കും. പുറത്തു നിന്നുള്ള തൂമ്പ് തുറന്ന് വെള്ളം കയറ്റും. ചാലിന് പറയുന്ന കേട്ടോ തൂമ്പം. പുറത്ത് നമ്മുടെ തോടില്ലേ, തോടിന്റെ അവിടെ ഇങ്ങോട്ട് തൂമ്പ് വെച്ചിട്ടുണ്ട്. ആ തൂമ്പ് എന്ന് തുറക്കുമ്പോ വെള്ളം അകത്ത് വരും. 108 പോണം. ഇത് അങ്ങ് ഇത് ഒരാളുടെ ഇത് മൊത്തം അങ്ങ് വരെ. ഇങ്ങോട്ട് വന്നില്ലേ? ആ ഫോർമറില്ലേ? ആ അല്ലേ? അവിടെ വരും. അതെ അല്ലേ. ഇത് മൊത്തം ഇനി പറിച്ച് തീർക്കണം അല്ലേ? ഇല്ല, ഞങ്ങളിങ്ങനെ നട്ടു പോകുക. ഇത് ആ ഈ കള പറിച്ചിട്ട് ഇവിടെ ഈ ഞാറ് വലിച്ചിടും. ഇപ്പൊ കള പറിച്ചില്ലേ? ഈ കള പറിച്ചെടുത്തിട്ട് ഈ ഞാറ് പറിച്ചിടും. പറിച്ചിട്ട് വരും. കൊള്ളാം കൊള്ളാം. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ നെൽകൃഷി അല്ലേ ചേച്ചി? കള പറിച്ച് അത് ഇവർക്കറിയാം കേട്ടോ, കള ഏതാണ് നെല്ല് ഏതാണെന്നുള്ളത്. ഇതിനകത്തുനിന്ന് ഞങ്ങൾ ഈ വണ്ണം കുറഞ്ഞത് ഞാനിത് കണ്ടോ? വണ്ണം കുറഞ്ഞത് അവര് വണ്ണം കുറഞ്ഞത് ഇതാണ് കള അല്ല. കള ഇത് വീതിയുള്ളത് നെല്ല്. ഒരു നെല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പറിക്കുമ്പോ ചിലപ്പം നെല്ലും വരും അല്ലേ? വരും. കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലേ? ഇങ്ങനെ പറിച്ചു കൂട്ടത്തി ഇങ്ങനെ വരുന്ന ഇത് കണ്ടോ? ഇതിന് വീതി ഉണ്ടോ? കണ്ടോ? ഒരു നെല്ല്. ഇത് പിന്നെ ഉണങ്ങിയല്ല വല്ലാണ്ട്. വെള്ളം അന്നേരം എപ്പോഴാണ് കയറുന്നത്? വൈകിട്ട് ചിലപ്പം തൂമ്പ് ഉറക്കും. ഇത് എല്ലാരും ഒരുപോലെ നടിച്ചില്ലല്ലേ? നടിച്ചില്ല, എല്ലാ സ്ഥലത്തും നടിച്ചില്ല. ഇപ്പൊ അവിടെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട് ആണ പോലെ. അവിടെ തൂമ്പുണ്ട്. തൂമ്പിനങ്ങൾ പുറത്ത് ചെന്ന് തുറക്കും. ചാലുണ്ട്, അതങ്ങ് തുറക്കും വൈകിട്ട്. എല്ലാ ദിവസവും വൈകിട്ട് തുറക്കും. എല്ലാ ദിവസവും തുറക്കത്തില്ല. ഇതിനകത്ത് വെള്ളം കുറവ് എപ്പോഴാണോ അന്ന് അവർ തുറക്കും അല്ലേ? അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ നെൽകൃഷി. ഇതെപ്പോഴാണ് ചേച്ചി ആവുന്നത്, നെല്ലാവുന്നത്? 2 മാസം വേണം അല്ലേ? ഇത് ഫുള്ള് നെൽപ്പാടോ? ഇത് ഒരാളുടെ ആണോ ചേച്ചി ഇത് മൊത്തം? ഇഷ്ടംപോലെ പണിക്കാരുണ്ട് കേട്ടോ. ഇവരിത് ഇങ്ങനെ കള പറിച്ച് കളയുന്നു, എന്നിട്ട് നെല്ല് പറിച്ച് നടുന്നു. വെറുതെ ഇട്ടാൽ മതിയല്ലേ നെല്ല് പറിച്ചിട്ട്? അത് ഇത് പിടിച്ചായിക്കോളും. കളയെടുത്ത് കളയും. കളയെടുത്ത് കളഞ്ഞില്ലെങ്കിൽ എന്താ വെച്ചാൽ പ്രശ്നം? പിന്നെ
ഏത് നെല്ലിനാ? കേടുണ്ടാവും ഇതിന്റെ പുറത്ത് കള. നെല്ല് കേടായി പോവോ? നെല്ല് കേട് വരും, ഓരോ അസുഖങ്ങളും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കള പറിക്കുന്നവരും 20 ദിവസം വേണം ഇത് ഇളയണമെങ്കിൽ. അതെ അല്ലേ? നിങ്ങൾ കള പറിക്കുന്നവരും പിന്നെ നെല്ല് പറിച്ച് നടുന്നവരുമോ? നടുന്നവരും കള പറിച്ച് നട്ട് കൊയ്യുന്ന മറ്റേ മെഷീനാണല്ലോ അല്ലേ? മെഷീനാണ് കൊയ്യുന്നത്. ഞങ്ങളാരും കൊയ്യുന്നത്. ഇപ്പം മെഷീൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ പണി നിർത്തി വെച്ചു. നിങ്ങൾ പണ്ട് കൊയ്തോണ്ടിരുന്നവരാ? ആ പിന്നെ കൊയ്ത്തുകാരായിരുന്നു. മിഷ്യൻ വന്നപ്പോ ഞങ്ങളെ അവര് പുറത്താക്കി. അതെ അല്ലേ? മിഷ്യൻ വന്നപ്പോ അവര് ഞങ്ങളെ പുറത്താക്കി. അടിപൊളി കമ്പനിയാട്ടോ ചേച്ചി. ഈ സ്ഥലത്തിന്റെ ശരിക്കും പേരെന്നാ ചേച്ചി? നെടുമുടി അല്ലേ? അതെ അല്ലേ? പരമാമ്പാടം, പരമ്പനീകം പാടം. ഇതിങ്ങനെ പറിച്ച് കളയാലോ. ഇതാണോ ചാല്? അങ്ങോട്ടാ? അങ്ങോട്ട് ചാലുണ്ട്. ഇത് നമ്മൾ വിറച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റി പോകാനുള്ളത് ചാലെടുക്കത്തില്ല. അല്ലെങ്കിൽ അത്ര സ്ഥലം കിളുക്കത്തില്ല. കടമായിട്ട് കിടന്നാൽ കിളുക്കത്തില്ല. അതിനിടച്ചാലെടുക്കും. അപ്പൊ ഈ വെള്ളം ഇവര് എവിടുന്ന് അടിക്കുന്ന ഈ വെള്ളം? തോടുണ്ട്, മെയിൻ തോടുണ്ട്. അതെ അല്ലേ? അതിനകത്ത് വെള്ളം അടിച്ച് ശേഖരിച്ച് വെച്ചേക്കും? ശേഖരിച്ചല്ല, അവിടെ തൂമ്പുണ്ട് ഇങ്ങോട്ട് അകത്തോട്ട്. തൂമ്പെന്ന് പറഞ്ഞാൽ കുളമാണോ ഉദ്ദേശിച്ചത്? കുഴലിടും. ആ, എന്നിട്ട് അത് തുറക്കും. തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം വരും. അത് ഓരോ സ്ഥലത്തോട്ട് കയറ്റും. ഓരോരുത്തർക്കും ഓരോ വെയിറ്റ് ഓരോ സ്ഥലത്ത്. ഇപ്പം ഇത്ര ഭാഗത്ത് 2 തൂമ്പുണ്ട്. ആവശ്യമുള്ള വെള്ളം എല്ലാവരും എടുത്തിട്ട് തൂമ്പടയ്ക്കും. ചേച്ചിയുടെ പേരെന്നാ ചേച്ചി? എൻ്റെ പേര് ലീലമ്മ ഓമനക്കുട്ടൻ. ലീലമ്മ ഓമനക്കുട്ടൻ. ചേച്ചി എല്ലാം പറഞ്ഞു തന്നു കേട്ടോ, എല്ലാ ഡീറ്റെയിൽ. അപ്പൊ എന്നാ പിന്നെ പോവാട്ടോ ചേച്ചി? പോവാട്ടോ ചേച്ചിമാരെ. ഒരു ഹായ് പറഞ്ഞാടാ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്യാട്ടോ, നിങ്ങളുടെ വീഡിയോ ഉണ്ടാവും ചാനലില്. നമ്മള് സ്പെയിനിലേക്കുള്ള യാത്രയാ. എല്ലാ ജില്ലയിലും നമ്മൾ പോകും. അതിനുശേഷം നമ്മൾ സ്പെയിനിലേക്ക്. നിങ്ങൾ എവിടെയാന്ന് പറഞ്ഞാൽ മതി കേട്ടോടാ. അങ്ങോട്ടാടാ? ഇവിടെ സൈഡാകാം. അപ്പൊ നമ്മളങ്ങനെ ആലപ്പുഴയിൽ നിന്ന് വിടുക കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളിപ്പം നേരെ കോട്ടയത്തിന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടില്ല, അടിപൊളിയല്ലേ? അതായത് അവർ നെല്ല് നടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കലവറ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ, കുട്ടനാടാണ്. നെല്ലിൻ്റെ കലവറ എന്ന് പറയുന്നത് കുട്ടനാടാണ് കേട്ടോ. അപ്പം അടിപൊളിയാണ് കേട്ടോ. നല്ല കമ്പനിയാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുക, അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അത് അവർക്ക് ഭയങ്കര താല്പര്യം തന്നെയാണ് കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കോട്ടയത്തേക്കാണ് കേട്ടോ. നമ്മൾ കോട്ടയത്തേക്ക് പോകുന്ന വഴിയാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമ്മൾ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട
അപ്പോൾ ഇന്നലെ ലൈവിലൊക്കെ കുറേ പേരെ കമൻ്റൊക്കെ ചെയ്തു, ഇത് നമുക്ക് മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ ലൈവിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വരുന്ന ജില്ലയിൽ നിങ്ങളുണ്ടെങ്കിൽ നമ്മൾ ലൈവ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മളായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടോ. അപ്പോൾ നമ്മൾ നേരെ കോട്ടയത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ